2025 ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് ഇന്റർ മയാമി യോഗ്യത നേടി. പാൽമറസിനെതിരെയുള്ള മത്സരത്തിൽ സമനില വഴങ്ങിയതോടെയാണ് ഇന്റർ മയാമി യോഗ്യത നേടിയത്. മത്സരം 2-2 സമനിലയിലാണ് കലാശിച്ചത്. മത്സരത്തിന്റെ 80 മിനിറ്റ് വരെ ഇന്റർ മയാമി ഇരട്ട ഗോളുകൾക്ക് മുന്നിലായിരുന്നു. 16-ാം മിനിറ്റിൽ അലാൻഡെ, 65-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസ് എന്നിവരാണ് ഇന്റർ മയാമിക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. എന്നാൽ 80-ാം മിനിറ്റിൽ പൗലീനിയോ, 87-ാം മിനിറ്റിൽ മൗറീഷ്യോ എന്നിവർ ആ ഗോൾ മടക്കി. മത്സരത്തിലുടനീളം ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരം ഇന്റർ മയാമി വിജയിക്കുമെന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നെങ്കിലും അവസാന നിമിഷം പാൽമറസ് ശക്തമായി തിരിച്ചു വരികയായിരുന്നു. നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുകളോടെ പാൽമറസ് ആണ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് എയിലെ 1-ാം സ്ഥാനക്കാർ. രണ്ടാമത് ഇന്റർ മയാമിയും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്നത്. ഇനി ഇന്റർ മയാമിക്ക് പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടത് ഫ്രഞ്ച് വമ്പന്മാരായ PSG യെയാണ്. ഗ്രൂപ്പ് ബിയിലെ 1-ാം സ്ഥാനക്കാരായ PSG യെ ഇന്റർ മയാമി നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം താരതമ്യേന മികച്ച താരങ്ങളാണ് PSG യിലുള്ളത്. കൂടാതെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ കൂടിയാണ് PSG.